ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 1 ശ്ലോകം 5. ഈ ശ്ലോകത്തിലെ പരിപൂർണമായിട്ടുള്ള ആനന്ദ സമുദ്രം എന്ന ആ ബ്രഹ്മതത്വം എങ്ങനെയാണ് മഹാവിഷ്ണുവായിട്ട് അവതരിച്ചത്, തന്നിൽ തന്നെ ലയിച്ചു കിടക്കുന്ന മായയെ തൻ്റെ ഒരു നോട്ടം കൊണ്ട് ഉണർത്തിയിട്ട് അതിലെ 3 ഗുണങ്ങളിലെ സത്വം എന്ന പരിശുദ്ധമായ ഗുണത്തെ സ്വീകരിച്ചിട്ട് ഭഗവാൻ മായ കൊണ്ട് തന്നെ അവതരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. ശ്ലോകം നോക്കാം. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിർ അസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാ സംശുദ്ധമംശം കമപിതമതിരോദ്ധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമവിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. വാക്കുകളുടെ അർത്ഥം നോക്കാം. നിർവ്യാപാരം, നിഷ്കാരണം, അജ എന്നൊക്കെ പറയുന്നത് ഭഗവാന്റെ വിശേഷണങ്ങളാണ്. നിർവ്യാപാരാണ്. ഭഗവാനെ ഒന്നും തന്നെ ചെയ്യാനില്ല, ചെയ്യേണ്ടതില്ല. അവിടുന്ന് അജനാണ്, സർവദാ ഉള്ള ആളാണ്. അപ്പോൾ ജനനവുമില്ല മരണവുമില്ല, അതാണ് അജൻ. നിർവ്യാപാരമാണ്, ഒരു വ്യാപാരവുമില്ല, ഒരു പ്രവൃത്തിയും ചെയ്യേണ്ടതായിട്ടില്ല. അങ്ങനെയുള്ള ഭഗവാൻ നിഷ്കാരണമായിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ യത്ക്രിയാം ഈക്ഷണാഖ്യാം, ഈക്ഷണം എന്ന് പേരായ ഒരു ക്രിയ കൊണ്ട്, ഈക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ, നോട്ടം എന്ന ഒരു പ്രവൃത്തി കൊണ്ട് തേന ഏവ ഉദേതി ലീനാ പ്രകൃതി, തന്നിൽ തന്നെ ലയിച്ച് ലീനമായിട്ട് കിടക്കുന്ന പ്രകൃതിയെ, മായയെ ആ നോട്ടം കൊണ്ട് തന്നെ തേന ഏവ ഉദേതി ഉണർത്തി. ഭഗവാൻ യോഗനിദ്ര ചെയ്യുമ്പോൾ സകല വസ്തുക്കളും സൂക്ഷ്മാംശമായിട്ട് ഭഗവാനിൽ ലയിച്ച് കിടക്കുകയാണ്, മായയും അതെ. അപ്പോൾ ഭഗവാന് സൃഷ്ടിയുടെ സമയമായി എന്ന് തോന്നിയപ്പോൾ ഭഗവാൻ ഒന്ന് നോക്കിയപ്പോൾ ഈ മായ ഉണർന്നു എന്നാണ്. തന്നിൽ തന്നെ ലയിച്ചു കിടക്കുന്ന ലീനമായിട്ടുള്ള പ്രകൃതിയാണ് മായ. തേന ഏവ ഉദേതി, ഉണർന്നെണീറ്റു മായ. എങ്ങനത്തെയാണ് മായ? അസതി കൽപ്പാപി, അസതിയായിട്ട് കൽപ്പിച്ചിരിക്കുന്നതാണ്. അസതി എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാത്തതാണ്. ഇല്ലാത്തതിനെ ഉള്ളതായിട്ട് അല്ലെങ്കിൽ ഉള്ളതിനെ മറ്റൊന്നായിട്ടൊക്കെ കാണിക്കുന്ന സ്വഭാവമുള്ള ആ മായ കൽപ്പാദികാലത്തിൽ ഭഗവാന്റെ താല്പര്യം അറിഞ്ഞിട്ട് മായാശക്തി ഉണർന്നു എന്നാണ് ഈ ആദ്യത്തെ 4 വരി. നിർവ്യാപാരോപി നിഷ്കാരണം അജ ഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേന ഏവ ഉദേതി ലീനാ പ്രകൃതിർ അസതി കൽപ്പാപി കൽപ്പാദികാലേ. കൽപ്പത്തിൻ്റെ ആദ്യ സമയത്ത്, സൃഷ്ടിയുടെ സമയത്ത് ബ്രഹ്മാവ് ജനിക്കുന്ന ആ സമയത്ത് ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന് തന്നിൽ ലയിച്ചു കിടക്കുന്ന സകല വസ്തുക്കളുടെയും കൂട്ടത്തിൽ ആ മായയെ ഒന്ന് നോക്കി. അപ്പോൾ മായ ഉണർന്നു എന്നാണ്. തസ്യ സംശുദ്ധമംശം, തസ്യ ആ മായയുടെ 3 ഗുണങ്ങളുണ്ടല്ലോ, സത്വം രജസ് തമസ്. അതിൽ ഏറ്റവും ശുദ്ധമായിട്ടുള്ള സത്വം എന്ന അംശത്തോടുകൂടി കമപിതമതിരോധായകം സത്വരൂപം, മറ്റൊന്നുകൊണ്ടും ഒരു തിരോധാനവും ഇല്ല, ഒരു മറയും ഇല്ല. അങ്ങനെ മറയ്ക്കപ്പെടാത്ത നിർമ്മലമായിട്ടുള്ള സത്വം എന്ന ആ ഗുണം സ
സത്വം ധൃത്വ ഭഗവാനെ അങ്ങ് അത് ധരിച്ചിട്ടാണ് ദധാസി സ്വമഹിമ വിഭവാകുണ്ട തൻ്റെ മാഹാത്മ്യം കൊണ്ട് മാത്രം യാതൊരു കുണ്ഠതയും ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു കുറവുകളുമില്ലാത്ത സദാ പൂർണ്ണമായിട്ടുള്ള ആ വൈകുണ്ഠരൂപം അങ്ങ് ധരിച്ചുവല്ലോ. ഭഗവാന്റെ മുന്നിൽ തന്നെ ഇരുന്ന് ഭഗവാനെ തന്നെ നോക്കി കണ്ടുകൊണ്ട് മേൽപ്പത്തൂര് പറയാണ് എങ്ങനെയാണ് ആ നിഷ്കളമായിട്ടുള്ള ബ്രഹ്മത്തിൽ നിന്നും മഹാവിഷ്ണുവിൻ്റെ ആ പൂർണ്ണ പുണ്യാവതാരമായിട്ടുള്ള രൂപം പിറവിയെടുത്തത്, എങ്ങനെയാണ് ആ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചത് എന്നാണ്. ഭഗവാൻ അജനാണ്, ജനനവും മരണവും ഇല്ലാത്ത ആളാണ്. എന്നിട്ടും നമ്മൾക്ക് നിർഗുണ ബ്രഹ്മത്തിനെ ഉൾക്കൊള്ളാൻ വിഷമമായതുകൊണ്ട് തൻ്റെ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജന്മജന്മാന്തര പാപങ്ങളിൽ നിന്നും കർമ്മയോഗത്തിലൂടെ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഭഗവാൻ വീണ്ടും പ്രകൃതിയെ സൃഷ്ടിച്ചു. ബ്രഹ്മാവിന് 100 വയസ്സാകുമ്പോൾ, നമ്മുടെ പോലെയുള്ള 100 വയസ്സല്ല, അനേകം കോടി സംവത്സരങ്ങൾ കഴിയുമ്പോൾ മഹാപ്രളയമുണ്ടാകും. ആ സമയത്ത് സകലതും ഭഗവാനിൽ ലയിക്കും. പിന്നെ ഭഗവാന്റെ യോഗനിദ്രയാണ്. അത് അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ട് ഭഗവാൻ തന്നിൽ ലീനമായി കിടക്കുന്ന, ലയിച്ചു കിടക്കുന്ന മായയെ നോക്കുന്നു. ആ ഒരു ക്രിയ കൊണ്ട്, ആ ഒരു ഈക്ഷണം കൊണ്ട് ദൃഷ്ടി ഏൽക്കുന്ന മായ ഉണരുന്നു. മായയിലെ സത്വം, രജസ്, തമസ് എന്ന തുല്യമായിട്ട് ഇരുന്നിരുന്ന ആ കാര്യങ്ങൾക്ക് ഒരു വിക്ഷോഭം സംഭവിച്ച് സത്വഗുണം കൂടുതൽ ഉണരുകയാണ്. ആ ശുദ്ധ സത്വഗുണം മാത്രം സ്വീകരിച്ചിട്ട് പരബ്രഹ്മത്തിൽ നിന്നും വ്യത്യസ്തമായി, എന്നാൽ പരബ്രഹ്മസ്വരൂപം തന്നെയായിട്ടുള്ള ഒരു രൂപത്തിൽ, അല്ലെങ്കിൽ നമുക്കത് കണ്ട് അറിയാനായിട്ടുള്ള ബുദ്ധിയില്ല, അറിയാൻ സാധിക്കില്ല, അത്ര മഹത്താണ് ആ രൂപം. ഭഗവത്ഗീതയിലെ അർജുനൻ യുദ്ധം ചെയ്യാൻ ഭയന്ന് നിൽക്കുമ്പോൾ ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാണിക്കുന്നുണ്ട്. ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞിട്ട് ആ വിശ്വരൂപം അർജുനന് കാണിച്ചു കൊടുക്കും. പക്ഷേ അർജുനന് യോഗദൃഷ്ടി, ദിവ്യദൃഷ്ടി കൊടുത്തിട്ടാണ് അർജുനൻ കാണണതെങ്കിലും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അത്ര ഭയാനകമായിട്ടുള്ളതും അത്ര വിപുലമായിട്ടുള്ളതും ആയിട്ടുള്ള ആ രൂപം ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. അർജുനൻ അവിടെ പറയുന്നുണ്ട്, എനിക്ക് അങ്ങയുടെ ഈ രൂപം കണ്ടിട്ട് പേടിയാവുന്നുണ്ട്, എൻ്റെ കണ്ണുകൾ പോരാ ഇത് കാണാൻ, ആരാണ് അങ്ങ്? അതുകൊണ്ട് ഉടനെ തന്നെ ഇതിനെ ചെറുതാക്കൂ, ആ മനോമോഹനമായിട്ടുള്ള ദ്വിഭുജ രൂപം എനിക്ക് കാണിച്ചു തരൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ അർജുന വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്കൊക്കെ സന്തോഷത്തിനായിക്കൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പൂർണ്ണ പുണ്യാവതാരമായിട്ടുള്ള മഹാവിഷ്ണുവായിട്ട് ബ്രഹ്മത്തിൽ നിന്നും ഉദ്ഭവിക്കുന്നത്. ഒന്നും കൂടിയും ഓരോ വരിയായിട്ട് നോക്കാം. നിർവ്യാപാരോപി നിഷ്കാരണം അജ, യാതൊരു വ്യാപാരങ്ങളും യാതൊരു പ്രവൃത്തികളും ചെയ്യേണ്ടതില്ലാത്തത്, നിഷ്കാരണം പ്രത്യേകിച്ചൊരു കാരണവും ഇല്ലാതെ, അജൻ ജനിക്കാത്ത മരിക്കാത്ത സർവത്ര ഒരുപോലെ നിലനിൽക്കുന്നതായ ഭഗവാൻ, യത് ക്രിയാമീക്ഷണാഖ്യാം ഭജസേ, ഭഗവാന്റെ ഒരു നോട്ടം എന്ന ക്രിയ കൊണ്ട് മാത്രം പ്രവർത്തിച്ചു. തേന ഏവ, ആ ഈക്ഷണം കൊണ്ട് തന്നെ, ആ ദൃഷ്ടി കൊണ്ട് മാത്രം, ഉദേതി ഉണർന്നു, ലീനാ പ്രകൃതി, ഭഗവാനിൽ ലീനമായി കിടന്നിരുന്ന ആ പ്രകൃതി അല്ലെങ്കിൽ മായാശക്തി ഉണർന്നു. അസതി ആണ് അത്, ഉള്ളതല്ല, അല്ലെങ്കിൽ ഉള്ളതിനെ ഇല്ല എന്ന് തോന്നിപ്പിക്കും, ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കും. അങ്ങനത്തെ ആ സ്വഭാവത്തോട് കൂടിയിട്ടുള്ള ആ മായ ഉണർന്നു. എപ്പോൾ? കൽപ്പാദികാലെ, കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ. അങ്ങനെയാണ് കൽപ്പം തുടങ്ങിയത് തന്നെ. തസ്യാ സംശുദ്ധമംശം, ആ മായയുടെ 3 ഗുണങ്ങളിൽ ഏറ്റവും ശുദ്ധമായിട്ടുള്ള അംശം, കമപിതമതിരോധായകം, യാതൊന്നുകൊണ്ടും തിരോധാനം ചെയ്യപ്പെടാതെ മറയ്ക്കാതെയുള്ള ആ സത്വരൂപം, സത്വം ധൃത്വാ ദദാസി,
സ്വമഹിമ വിഭവാകുണ്ട തൻ്റെ മഹിമ കൊണ്ട് മാത്രം അത് വൈകുണ്ഠരൂപം ദദാസി ഒരു രൂപം ധരിച്ചു, അല്ലെങ്കിൽ പല രൂപങ്ങളിൽ പല അവതാരങ്ങളായിട്ട് ധരിച്ച് നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ ഈ പൂർണ്ണ പുണ്യാവതാരമാണ് ഭഗവാന്റെ രൂപം എന്ന് മേൽപ്പത്തൂർ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്നതാണ്. ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിർ അസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ട വൈകുണ്ഠരൂപം. അടുത്ത ശ്ലോകം നമുക്ക് നാളെ നോക്കാം. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.